പട്ടാമ്പി മണ്ഡലത്തിലെ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ഉന്നത വിജയം കൈവരിച്ചവരെയും കായിക മേഖലയിൽ സംസ്ഥാന തലത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവരെയും സർവകലാശാലയിൽ 1ഉം 2ഉം 3ഉം റാങ്കുകൾ നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയുമാണ് മുഹമ്മദ് മുഹ്സിൻ MLA എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചത്. പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് വിതരണം വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ രീതിയിലും സമ്പ്രദായത്തിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്കിൽ വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധ പുലർത്തണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയിലെ തൊഴിലിന് മാന്യത കൊണ്ടുവരണമെന്നും മന്ത്രി പറഞ്ഞു. അത് കഴിഞ്ഞാൽ അച്ഛന് കൊടുക്കൂല്ലേ, ഏറ്റവും അവസാനത്തെ ഭക്ഷണമാകും. ചിലപ്പോ സാധാരണക്കാരാണെങ്കിൽ ചോറെല്ലാം കൊടുത്തിട്ട് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അമ്മ കഴിക്കുന്നത്. ആ അമ്മ കഴിച്ചിട്ട് അമ്മയുടെ ആ അമ്മയാണ് നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കിയതിൽ ഒരു വലിയ പങ്ക്. അതൊരിക്കലും മറക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ രീതി എനിക്ക് മുഹമ്മദ് മുഹ്സിൻ MLA അധ്യക്ഷനായി. പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി O. ലക്ഷ്മിക്കുട്ടി, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS മുഖ്യാതിഥിയും സജിൻ കോപ്പം വിശിഷ്ടാതിഥിയുമായി. കവി P. രാമൻ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തദ്ദേശ സാരഥികൾ, ജനപ്രതിനിധികൾ, വ്യാപാര വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 8ാം ക്ലാസ് തൊട്ട് അച്ഛനമ്മനെയൊക്കെ വിളിച്ച് കുട്ടികളെയും വിളിച്ചിരുത്തി കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് കൊടുത്താൽ ഏത് കോഴ്സ് പഠിക്കണപ്പോ എഞ്ചിനീയർമാർക്കൊന്നും നിങ്ങൾ വിചാരിക്കുമ്പോഴുള്ള ശമ്പളമില്ല കേട്ടോ. ഇപ്പം എത്ര ശമ്പളം അറിയും? 10,000 രൂപയാണ്. MBBS എത്ര ശമ്പളം അറിയും? 15,000 രൂപയുള്ളൂ. അതേ സ്ഥാനത്ത് സ്കില്ലിലുള്ളവർക്ക് വരുമാനം വളരെ വലുതാണ്. ഞാൻ അവിടെ ഒരു അഗ്രോ സർവീസ് സെന്റർ ഉണ്ടാക്കി. അവിടെ 2-3 ഉൾപ്പെടെ മിഷനറി ഉണ്ട്. അവിടുത്തെ മാനേജർ 10ാം ക്ലാസ് M.Tech B.Tech-കാരനാണ്. 12,000 രൂപയാണ് ശമ്പളം. അവിടെ കുട്ടികളും മിഷൻ, പെൺകുട്ടികളും 10-20 കുട്ടികളുണ്ട്. അവർ മിഷൻ ഓട്ടിക്കാൻ വരുന്നുണ്ട്. അവിടെ അവർ ഒരു ദിവസം 1,400 രൂപ ഉണ്ടാവും. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.